ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആന്റണിയെയും ചോദ്യം ചെയ്യാൻ SIT. പോറ്റിയുമായുള്ള ബന്ധം അന്വേഷിക്കും. നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ആരോപണത്തിൽ ഇഡിയും ചോദ്യം ചെയ്യും. ഒരു തവണയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുള്ളൂ എന്ന കടകംപള്ളിയുടെ വാദം പൊളിയുന്നു. കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒളിച്ചോടില്ലെന്ന് അടൂർ പ്രകാശ്. ശബരിമലയിൽ നിന്ന് കൂടുതൽ അളവിൽ സ്വർണം നഷ്ടപ്പെട്ടു. VSSCയുടെ അന്തിമ ഫോറൻസിക് ഫലം SITക്ക് കിട്ടി. ഇടക്കാല റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ. ഈ കേക്ക് പിന്നാലെ AP സമസ്തയും മലപ്പുറം ജില്ലാ പുനഃക്രമീകരണം ആവശ്യപ്പെട്ട് രംഗത്ത്. ജില്ലാ പുനഃക്രമീകരണം മുഖ്യധാരാ പാർട്ടികൾ അജണ്ടയാക്കണം. ജില്ലാ വിഭജനമല്ല, പുനഃക്രമീകരണമാണ് ആവശ്യപ്പെട്ടതെന്ന് സമസ്തയുടെ വിശദീകരണം. ജമാഅത്തെ ഇസ്ലാമി വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് സമസ്താവേദിയിൽ. വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചാരണത്തിൽ പ്രസക്തിയില്ലെന്ന് KK ശൈലജ. അഭിപ്രായ വ്യത്യാസമുണ്ടാക്കാൻ ബോധപൂർവം നറേറ്റീവ് ഉണ്ടാക്കുന്നു. ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. താൻ മത്സരിക്കുമോ എന്ന് തീരുമാനമായിട്ടില്ലെന്നും KK ശൈലജ ന്യൂസ് 18നോട്. ചൂരക്കര നൽകിയതിന്റെ പേരിൽ പിണറായി ഊണ് കഴിക്കാതെ പോയെന്ന വാദത്തിൽ ഉറച്ച C. ദിവാകരൻ. തന്റെ അനുഭവം കൗതുകത്തിന് പറഞ്ഞതെന്നും അതിൽ വിവാദം വേണ്ടെന്നും ദിവാകരൻ. പിണറായി ഊണ് കഴിച്ചിട്ടാണ് മടങ്ങിയതെന്ന് ആനത്തോലോട്ടമാനന്ദന്റെ കുടുംബം. ഒരേ സമയം BJPയെയും CPMനെയും പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. വീണ്ടും പിണറായി സർക്കാർ വരും. വോട്ടിലും സീറ്റിലും BJP നേട്ടമുണ്ടാക്കും. രാജീവ് ചന്ദ്രശേഖർ മികച്ച നേതാവ്. NSS സഹകരണ വിഷയത്തിൽ ഇനി പ്രതികരണമില്ലെന്നും വെള്ളാപ്പള്ളി. കേരള കോൺഗ്രസിന്റെ അസ്തിത്വത്തെ ചൊല്ലിപ്പോര്. യഥാർത്ഥ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അല്ലെന്ന് ജോസ് കെ മാണി. ജോസഫ് ഗ്രൂപ്പ് ജോസഫിന്റെ പേരിലല്ലെന്നും വിമർശനം. ജൈനമ്മ തിരോധാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ സെബാസ്റ്റ്യൻ കത്തിച്ചു കുഴിച്ചിട്ടത് ജൈനമ്മയുടെ മൃതദേഹം. അസ്ഥികൾ സ്ഥിരീകരിച്ചു. കേസിൽ സെബാസ്റ്റ്യൻ ഏകപ്രതി. മണിയമ്പിള്ള രാജുവിന്റെ കാർ ഇടിച്ച കേസിൽ മ്യൂസിയം പോലീസിനെ വെള്ളപൂശി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. രാത്രി തന്നെ രാജുവിന്റെ വീട്ടിൽ പോലീസ് സംഘമെത്തി. പോലീസിനെ വിളിച്ചുവന്ന രാജുവിന്റെ ഭാഗത്തിൽ കഴമ്പില്ലെന്നും റിപ്പോർട്ട്. കൊച്ചിയിൽ മരിച്ച സൂരജ് ലാമയുടെ മൃതദേഹം കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കളമശ്ശേരിയിൽ സംസ്കരിച്ചു. കളമശ്ശേരി ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കൃത്യമായ സഹായം നൽകിയിരുന്നുവെങ്കിൽ ലാമ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ആശുപത്രിക്കെതിരെ പരാതി നൽകുമെന്നും കുടുംബം. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ 4 പ്രതികളെ തേടി പോലീസ്. പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന സൂചന. അന്വേഷണം അതിജീവിതയ്ക്കൊപ്പം പ്രവർത്തിച്ച ആൺ സുഹൃത്തിലേക്കും. പോലീസ് ഗുണ്ടാബന്ധത്തിലും അന്വേഷണം തുടങ്ങി. ഇന്ത്യയും മലേഷ്യയും തമ്മിൽ 10 സുപ്രധാന കരാറുകൾ ഒപ്പുവെച്ചു. ഭീകരതയ്ക്കെതിരായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനം തുടരുന്നു.